കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, വെൽക്കം ടു ലേൺവൈസ്. ഇഗ്നോ ഫോക്കസ് 5.0 ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് BA സോഷ്യോളജിയുടെ BSOC 102 എന്ന് പറയുന്ന പേപ്പറാണ്. അതായത് BSOC 102 എന്ന് പറയുന്ന പേപ്പർ എന്ന് പറയുന്നത് സോഷ്യോളജി ഓഫ് ഇന്ത്യ 1 എന്നുള്ള പേപ്പറാണ്. ടേം ആൻഡ് എക്സാമിനേഷൻസ് അപ്രോച്ച് ആയിരിക്കുന്ന സ്ഥിതിക്ക് തന്നെ റെക്കറിംഗ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, അതിന്റെ സ്ട്രക്ചറിങ് ഫോർമാറ്റുകൾ, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺസുകളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് ലേണേഴ്സിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു നീഡാണ്. അതുകൊണ്ട് തന്നെയാണ് ലേൺവൈസ് ഈ 5.0 എന്ന് പറഞ്ഞിട്ടുള്ള മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് സെക്ഷൻ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നതെന്ന് പറയുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. സിലബസ് മാപ്പിംഗിലൂടെ ഇൻഡോളജിക്കൽ ആയിട്ട് കൊളോണിയൽ, നാഷണൽ പെർസ്പെക്റ്റീവ്, ബ്ലോക്ക് വൈസ് ആയിട്ടും യൂണിറ്റ് വൈസ് ആയിട്ടും വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കും. അതേപോലെ തന്നെ എക്സാം പാറ്റേൺ അനാലിസിസ്, അതായത് റിക്കറിംഗ് ആയിട്ട് വരുന്ന എക്സാം ട്രെൻഡ്സുകൾ, ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സുകൾ, സെക്ഷൻ വൈസ് എത്ര വെയിറ്റേജുകൾ ഓരോ സെക്ഷനും വരുന്നുണ്ട് എന്നുള്ളത് നോക്കും. അതേപോലെ തന്നെ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ ആയിട്ട് നോക്കും. അതായത് ഈ പറയുന്ന പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, ഇപ്പൊ കാസ്റ്റ്, ട്രൈബ്, വില്ലേജ്, സിറ്റി, ടൗൺ, കിൻഷിപ്പ്, റിലീജിയൻ, നാഷണലിസം, അഗ്രീരിയൻ ക്ലാസസ്, urbanization, ഇതുപോലുള്ള ക്വിക്ക് ആയിട്ടുള്ള റെക്കറിംഗ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകളും നമ്മൾ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ ടോപ്പിക് പ്രെഡിക്റ്റബിൾ, വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ ഒരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ നിങ്ങൾക്ക് തരും. അതായത് ഈ പറയുന്ന പോലെ അതിന്റെ സ്ട്രക്ചറും ആർഗ്യുമെന്റേഷനും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ മോഡൽ ആൻസറും അതിന്റെ മാർക്കിംഗ് സ്കീമും എങ്ങനെയാണ് എന്നുള്ളതും പറയും. അപ്പൊ ഇങ്ങനെയാണ് ഈ പറയുന്ന പോലെ ഈ ഒരു സെക്ഷൻ ഉള്ളത്. സോ ഇതിന്റെ ഈ ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ലേണേഴ്സിന് കുറച്ചുകൂടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് മനസ്സിലാക്കാനും നിങ്ങൾക്ക് വളരെ കൺസൈസ് ആയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ലേൺവൈസ് ഈ സെക്ഷൻ നിങ്ങൾക്ക് തരുന്നത്. So syllabus mapping by block wise, unit wise and topic wise with exam relevance നോക്കുമ്പോൾ block 1 understanding India major discourses, unit 1 Indological discourse, Indological perspectives വരുന്നുണ്ട്. 4 തവണയാണ് അത് വരുന്നത്. ലോ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. block 1 understanding India major discourses, unit 1 Indological discourse, critic of the Indological perspective, 2 തവണയാണ് അത് വരുന്നത്. ലോ പെർസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അതേപോലെ തന്നെ block 1 understanding India major discourses, unit 1 Indological discourse, influence of the Indological perspective, 2 തവണ വരുന്നുണ്ട്. ലോ റെലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ബ്ലോക്ക് 1 അണ്ടർസ്റ്റാൻഡിംഗ് ഇന്ത്യ മേജർ ഡിസ്കോഴ്സസ്, യൂണിറ്റ് 1 ഇൻഡോളജിക്കൽ ഡിസ്കോഴ്സ്, മീനിങ് ഓഫ് ഇൻഡോളജി ഒരു തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ലോ പെർസ്പെക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അതേപോലെ തന്നെ ഈ ബ്ലോക്കിൽ നിന്ന് വന്നിട്ടുള്ള അടുത്തൊരു യൂണിറ്റ് ആണ് ഇൻഡോളജിക്കൽ കൊളോണിയൽ ഡിസ്കോഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്. ആ ഒരു യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഇൻഫ്ലുവൻസ് ഓഫ് ദ ഡിസ്കോഴ്സ് ഓൺ ദ സോഷ്യോളജി ഓഫ് ഇന്ത്യ. 4 തവണ വന്നിട്ടുണ്ട്. ഹൈ റെലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അതേപോലെ തന്നെ ഈ ബ്ലോക്കിൽ നിന്ന് വന്നിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് കൊളോണിയൽ ഡിസ്കോഴ്സ്. അതിനകത്ത് നിന്ന് വന്നിട്ടുള്ള കൊളോണിയൽ പെർസ്പെക്റ്റീവ് ചോദിക്കുന്നുണ്ട്. 3 തവണയാണ് വന്നിട്ടുള്ളത്. ലോ പെർസ്പെക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. യൂണിറ്റിൽ 2 നിന്ന് വന്നിട്ടുള്ള വേറൊരു ടോപ്പിക് ആണ് വില്ലേജ് ആൻഡ് സിറ്റീസ്. 2 തവണ വന്നിട്ടുണ്ട്. ലോ പെർസ്പെക്റ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അതേപോലെ തന്നെ ബ്ലോക്ക് 1 നിന്ന് വന്നിട്ടുള്ളതാണ് ഈ കൊളോണിയൽ ഡിസ്കോഴ്സ്. അതിനകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് പെർസ്പെക്റ്റീവ് ചോദിക്കുന്നുണ്ട്. അത് ഒരു തവണയാണ് ചോദിക്കുന്നത്. ലോ റെലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അതേപോലെ തന്നെ ഇതിനകത്ത് വന്നിട്ടുള്ള മിഷണറി പെർസ്പെക്റ്റീവ്, അതും ഒരു തവണ ചോദിച്ചിട്ടുള്ളൂ. ലോ റെലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അതേപോലെ തന്നെ ഈ സെൻസസ് ആൻഡ് സർവേ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല. ബട്ട് ഇതൊരു ലോ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ യൂണിറ്റ് 3 വന്നിട്ടുള്ളതാണ് നാഷണലിസ്റ്റ് ഡിസ്കോഴ്സ്. ഇതെല്ലാം ബ്ലോക്ക് 1 നിന്ന് വരുന്നതാണ് കേട്ടോ. അതിനകത്ത് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ചാലഞ്ചസ് വരുന്നുണ്ട്. 4 തവണയാണ് ഇത് ചോദിച്ചിട്ടുള്ളത്. ഹൈ റെലവന്റ് ആയിട്ടുള്ള 34 തവണ അത് ചോദിച്ചിട്ടുണ്ട്. ഹൈ റെലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അതേപോലെ തന്നെ യൂണിറ്റ് 3 നിന്ന് വന്നിട്ടുള്ള നാഷണലിസ്റ്റ് ഡിസ്കോഴ്സ്, അതിനകത്ത് ഇന്ത്യ, നേഷൻ ആൻഡ് നാഷണലിസം മേജർ ഡിസ്കോഴ്സ് 7 തവണ വന്നിട്ടുണ്ട്. മീഡിയം റെലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അതേപോലെ തന്നെ ഈ പറയുന്ന ബ്ലോക്ക് 1 അണ്ടർസ്റ്റാൻഡിംഗ് ഇന്ത്യ മേജർ ഡിസ്കോഴ്സിനകത്ത് വരുന്നതാണ് യൂണിറ്റ് 3 നാഷണൽസ് ഡിസ്കോഴ്സ്, കോൺസെപ്റ്റ് ഓഫ് നേഷൻ ആൻഡ് നാഷണലിസം. അതെന്ന് പറയുന്നത് 5 തവണ ചോദിച്ചിട്ടുണ്ട്. മീഡിയം റെലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ബ്ലോക്ക് 1 അണ്ടർസ്റ്റാൻഡിംഗ് ഇന്ത്യ മേജർ ഡിസ്കോഴ്സസ്, യൂണിറ്റ് 3 നാഷണൽസ് ഡിസ്കോഴ്സ്, AR ദേശായി വ്യൂ ഓൺ നാഷണലിസം 4 തവണ ചോദിച്ചിട്ടുണ്ട്. ലോ റെലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അതേപോലെ തന്നെ ബ്ലോക്ക് 1 അണ്ടർസ്റ്റാൻഡിംഗ് ഇന്ത്യ മേജർ ഡിസ്കോഴ്സ്, യൂണിറ്റ് 3 നാഷണൽസ് ഡിസ്കോഴ്സ്, M ചൗധരീസ് വ്യൂ ഓൺ നാഷണലിസം 4 തവണ ചോദിച്ചിട്ടുണ്ട്. ലോ റെലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അതേപോലെ തന്നെ ബ്ലോക്ക് 1 അണ്ടർസ്റ്റാൻഡിംഗ് ഇന്ത്യ മേജർ ഡിസ്കോഴ്സ്, യൂണിറ്റ് 3 നാഷണൽസ് ഡിസ്കോഴ്സ്, പാർത്ഥ ചാറ്റർജിയുടെ വ്യൂസ് ഓൺ നാഷണലിസം ചോദിച്ചിട്ടുണ്ട്. 4 തവണ ചോദിച്ചിട്ടുണ്ട്. ലോ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്.
ബ്ലോക്ക് 2 ഇന്റഗ്രേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി, യൂണിറ്റ് 6 ട്രൈബ്, അഗ്രേറിയൻ പോളിസീസ്, ലാൻഡ് ലോസ് ആൻഡ് ലാൻഡ് ഏലിനേഷൻ എമംഗ് ദ ട്രൈബ്സ് 6 തവണ ചോദിച്ചിട്ടുണ്ട്. മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 2 ഇന്റഗ്രേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞ ബ്ലോക്ക് എടുക്കുമ്പോൾ അതിനകത്ത് വരുന്നിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് ട്രൈബ്. ഇപ്പൊ ട്രൈബിനകത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ട്രൈബിനകത്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ലിസ്റ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിൻക്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രൈബ് ഇൻ ഇന്ത്യ 3 തവണ ചോദിച്ചിട്ടുണ്ട്. ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതേപോലെ തന്നെ വേറൊരു ടോപ്പിക് വരുന്നതെന്ന് പറയുന്നത് ട്രൈബ് ആൻഡ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതേപോലെ തന്നെ ലോ റെലവെന്റ് വരുന്ന ഒരു ടോപ്പിക്കാണ് അണ്ടർസ്റ്റാൻഡിംഗ് ട്രൈബ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ വേറെ 2 ടോപ്പിക്കുകൾ ഉണ്ട്. അത് രണ്ടും ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കിൽ വരുന്നതാണ്. ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല, ബട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത്തരത്തിലുള്ള 2 ടോപ്പിക്കാണ് ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ദ ആക്സസ് ഓഫ് ലൈവ്ലിഹുഡും അതേപോലെ തന്നെ ലോസ് ഓഫ് ലാൻഡ് ആൻഡ് ലൈവ്ലിഹുഡ് എന്ന് പറയുന്ന ടോപ്പിക്. ഇനി ബ്ലോക്ക് 2 നിന്ന് വന്നിട്ടുള്ള അടുത്ത ട്രൈബിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലോസ് ഓഫ് ലാൻഡ് ആൻഡ് ലൈവ്ലിഹുഡ് ഇൻ ദ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇൻഡ. ഒരു തവണയും ചോദിച്ചിട്ടില്ല. ലോ റെലവെന്റ് ആയിട്ടുള്ള ഒരു തവണയും ചോദിക്കാത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ചാൻസ് ഉണ്ട്, ബട്ട് ഈ പറയുമ്പോൾ കണ്ടംപററി ടൈംസിൽ ട്രൈബൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് ഈ ലോസ് ഓഫ് ലൈവ്ലിഹുഡ് ഇൻ പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യ, ന്യൂ കൈൻഡ് ഓഫ് സ്ട്രഗിൾ ഓൺ ദ ഇഷ്യൂസ് ഓഫ് ലാൻഡ്, റെഗുലേഷൻ ആൻഡ് റെസിസ്റ്റൻസ്, അതേപോലെ തന്നെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ദ ട്രൈബ് ഇൻ സെൻട്രൽ ഇന്ത്യ. ഇത് അത്രയും ഈ ലോ റെലവെന്റ് കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്കാണ്. അടുത്ത ബ്ലോക്ക് 2 വന്നിട്ടുള്ള യൂണിറ്റ് 6 വന്നിട്ടുള്ള ട്രൈബൽ അൺട്രസ്റ്റ് ഇതുവരെ ചോദിച്ചിട്ടില്ല. ബട്ട് ബ്ലോക്ക് 2 വന്നിട്ടുള്ള യൂണിറ്റ് 7 അതായത് വില്ലേജ്, സിറ്റി ആൻഡ് ടൗണിൽ നിന്നും ഒരുപാട് ഹൈ റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് ദ വില്ലേജ് ഇൻ ദ ബ്രിട്ടീഷ് ഇന്ത്യ 35 തവണ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ദ വില്ലേജ് ഇൻ ദ കണ്ടംപററി ഇന്ത്യ 35 തവണ ചോദിച്ചിട്ടുണ്ട്. ടൗൺസ് ആൻഡ് സിറ്റീസ് ഇൻ ദ ഇന്ത്യ പാറ്റേൺസ് ഓഫ് urbanization 34 തവണ ചോദിച്ചിട്ടുണ്ട്. ഹൈ റെലവെന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അതേപോലെ തന്നെ ബ്ലോക്ക് 2 വന്നിട്ടുള്ള യൂണിറ്റ് 7 വന്നിട്ടുള്ള മറ്റുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് വില്ലേജ് ആൻഡ് ഇറ്റ് സോഷ്യൽ സ്ട്രക്ചർ 7 തവണ ചോദിച്ചിട്ടുണ്ട്. മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. വില്ലേജ് ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് 5 തവണ ചോദിച്ചിട്ടുണ്ട്. മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ദ ഗ്രോത്ത് ഓഫ് ദ ടൗൺസ് ആൻഡ് സിറ്റീസ് 4 തവണ ചോദിച്ചിട്ടുണ്ട്. ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ദ ജജ്മാനി സിസ്റ്റം 4 തവണ ചോദിച്ചിട്ടുണ്ട്. ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ചേഞ്ചസ് ഇൻ ദ വില്ലേജ് പവർ സ്ട്രക്ചർ ആൻഡ് റിലേഷൻഷിപ്പ് 2 തവണ ചോദിച്ചിട്ടുണ്ട്. ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതേപോലെ തന്നെ 2 തവണ ചോദിച്ചിട്ടുള്ള ലോ റെലവെന്റ് ടോപ്പിക്കിൽ വരുന്നതാണ് ദി ഇഷ്യൂസ് ഓഫ് ദ വില്ലേജ് ഓട്ടോണമി. അടുത്ത ഈ പറയുന്ന സെയിം യൂണിറ്റ് 7 വന്നിട്ടുള്ള വേറെ കുറച്ച് ടോപ്പിക്സുകൾ ഉണ്ട്. ആ ടോപ്പിക്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്ന് പറയുന്നത് വില്ലേജ് ആൻഡ് ദ വൈഡർ പൊളിറ്റിക്കൽ സിസ്റ്റം 2 തവണ ചോദിച്ചിട്ടുണ്ട്. ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ദ വില്ലേജ് ഇൻ ദ പ്രീ ബ്രിട്ടീഷ് ഇന്ത്യ 2 തവണ ചോദിച്ചിട്ടുണ്ട്. ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ദ ഡെഫിനിഷൻ ഓഫ് ദ ടൗൺ ആൻഡ് സിറ്റി 1 തവണ ചോദിച്ചിട്ടുണ്ട്. ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഡെമോക്രാറ്റിക് ആസ്പെക്ട് ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ ഈ പറയുന്ന പോലെ മൈഗ്രേഷൻ ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതേ സെയിം യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ദ പ്രോബ്ലം കൺസേണിംഗ് ദ പ്രോസസ് ഓഫ് ദി urbanization ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോഷ്യോ കൾച്ചറൽ ക്യാരക്ടർ ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സ്പേഷ്യൽ പാറ്റേൺ ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അടുത്തത് എന്ന് പറയുന്നത് ഇതേ സെയിം ബ്ലോക്ക് ആയിട്ടുള്ള ബ്ലോക്ക് 2 ഇന്റഗ്രേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി 1 വന്നിട്ടുള്ള യൂണിറ്റ് 8 അഗ്രേറിയൻ ക്ലാസസിൽ നിന്ന് വന്നിട്ടുള്ള ടോപ്പിക്സുകളാണ്. ഒന്നെന്ന് പറയുന്നത് അഗ്രേറിയൻ ആക്ടിവിറ്റീസ് ആൻഡ് അഗ്രേറിയൻ ക്ലാസസ് ഇൻ ഇന്ത്യ 5 തവണ വന്നിട്ടുള്ള മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ക്യാപിറ്റലിസ്റ്റ് അഗ്രേറിയൻ ക്ലാസ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ 5 തവണ വന്നിട്ടുള്ള മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതേപോലെ തന്നെ ബ്ലോക്ക് 2 വന്നിട്ടുള്ള യൂണിറ്റ് 8 വന്നിട്ടുള്ള സെയിം അഗ്രേറിയൻ ക്ലാസ്സിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നോൺ ക്യാപിറ്റലിസ്റ്റ് അഗ്രേറിയൻ ക്ലാസ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ 5 തവണ വന്നിട്ടുള്ള മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതേപോലെ തന്നെ ബ്ലോക്ക് 2 വന്നിട്ടുള്ള യൂണിറ്റ് 9 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇൻഡസ്ട്രി ആൻഡ് ലേബർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്കിൽ നിന്ന് വന്നിട്ടുള്ളത് യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ദ എവല്യൂഷൻ ഓഫ് ദ ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ 34 തവണ ചോദിച്ചിട്ടുണ്ട്. ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ദ ഡിഫറെന്റ് ഔട്ട്കംസ് ഓഫ് ദ ഇൻഡസ്ട്രിയൽ പോളിസീസ് 4 തവണ ചോദിച്ചിട്ടുണ്ട്. ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ എംപ്ലോയ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. 3 തവണ ചോദിച്ചിട്ടുണ്ട്. ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ദ നേച്ചർ ഓഫ് ദ ലേബർ ഫോഴ്സ് 3 തവണ ചോദിച്ചിട്ടുണ്ട്. ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതേപോലെ തന്നെ ബ്ലോക്ക് 9 വന്നിട്ടുള്ള മറ്റുള്ള ടോപ്പിക്സുകൾ എന്ന് പറയുമ്പോൾ ലോ റെലവെന്റ് കാറ്റഗറിയിൽ വരുന്ന കുറച്ച് ടോപ്പിക്സുകൾ ചോദിച്ചിട്ടുണ്ട്. എല്ലാം ഒരു 2 തവണയും 1 തവണയൊക്കെയാണ് ഇത് വന്നിട്ടുള്ളത്. അത്തരത്തിലുള്ള ടോപ്പിക്കുകൾ നമ്മൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നെന്ന് പറയുന്നത് ഇൻഡസ്ട്രീസ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ഇൻഡസ്ട്രീസ് ആൻഡ് ടൈപ്സ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ലേബർ വെൽഫെയർ ആൻഡ് ലെജിസ്ലേഷൻ ചോദിച്ചിട്ടുണ്ട്. പോസ്റ്റ് ലിബറലൈസേഷൻ ഇൻഡസ്ട്രീസ് ചോദിച്ചിട്ടുണ്ട്. ഏഷ്യൻ ഇൻഡസ്ട്രീസ് ചോദിച്ചിട്ടുണ്ട്. ഇത് അത്രയും യൂണിറ്റ് 9 വന്നിട്ടുള്ള ലോ റെലവെന്റ് കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സുകളാണ്. അതേപോലെ തന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 9 വന്നിട്ടുള്ള മറ്റുള്ള ലോ റെലവെന്റ് കാറ്റഗറി ടോപ്പിക്സ് ആണ്. അതൊക്കെ ഒരു തവണ വന്നിട്ടുള്ളൂ. അത്തരത്തിലുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് ദ മോഡേൺ ഇൻഡസ്ട്രീസ് ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് പീരീഡ്, മിഡീവൽ ഇൻഡസ്ട്രീസ്, മോഡേൺ ഇൻഡസ്ട്രീസ്, ഒറിജിൻ ഓഫ് ദ ട്രേഡ് ആൻഡ് ട്രേഡ് യൂണിയൻസ് ഇൻ ഇന്ത്യ ഒരു തവണ വന്നിട്ടുള്ള ലോ റെലവെന്റ് ടോപ്പിക്സുകളാണ്. സോ ഈ ബ്ലോക്ക് 2 വന്നിട്ടുള്ള ഇൻഡസ്ട്രി ലേബറിൽ വന്നിട്ടുള്ള മറ്റൊരു കോൺസെപ്റ്റ് ഓഫ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞൊരു ടോപ്പിക് വന്നിട്ടുണ്ട്. ലോ റെലവെന്റ് ടോപ്പിക് ആണ്. അടുത്ത ബ്ലോക്ക് 3 ഈ പറയുന്ന പോലെ ഇന്റഗ്രേറ്റിംഗ് ഇന്ത്യൻ സൊസൈറ്റി 2 വന്നിട്ടുള്ള യൂണിറ്റ് 10 അതായത് ഫാമിലി മാരേജ് കിൻഷിപ്പിൽ നിന്ന് വന്നിട്ടുള്ള മീഡിയം റെലവെന്റ് ആയിട്ടും ഹൈ റെലവെന്റ് ആയിട്ടും വരുന്ന ടോപ്പിക്സുകളാണ്. അതിനകത്ത് ഹൈ റെലവെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് യൂണിവേഴ്സാലിറ്റി ഓഫ് ദ മാരേജ് ഇൻ ഇന്ത്യ 34 തവണ ചോദിച്ചിട്ടുള്ള ഹൈ റെലവെന്റ് ടോപ്പിക് ആണ്.
അതേപോലെ തന്നെ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ ഫാമിലി 7 തവണ ചോദിച്ചിട്ടുള്ള മീഡിയം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഫംഗ്ഷൻസ് ഓഫ് ഫാമിലി 5 തവണ ചോദിച്ചിട്ടുള്ള മീഡിയം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ദ ടൈപ്സ് ഓഫ് ഡിസൻസ് 5 തവണ ചോദിച്ചിട്ടുള്ള മീഡിയം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബ്ലോക്ക് 3 വന്നിട്ടുള്ള മാരേജ് ആൻഡ് ഫാമിലി വന്നിട്ടുള്ള മറ്റുള്ള ലോ റെലവന്റ് ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് ന്യൂക്ലിയർ ആൻഡ് ജോയിന്റ് ഫാമിലി, ഒന്നെന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാമിലി. ഇതൊക്കെ 4 തവണ ചോദിച്ചിട്ടുള്ള ലോ റെലവന്റ് ടോപ്പിക്കാണ്. പക്ഷേ ടൈപ്സ് ഓഫ് ഫാമിലീസ് എന്ന് പറഞ്ഞാൽ 5 തവണ ചോദിച്ചിട്ടുള്ള മീഡിയം റെലവന്റ് കാറ്റഗറിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ മാരേജ് ആൻഡ് ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ള മറ്റുള്ള ലോ റെലവന്റ് കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സുകൾ ഒന്നെന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് ദ ഡിസെന്റ് ഗ്രൂപ്പ്സ് 3 തവണ ചോദിച്ചിട്ടുണ്ട്. ദ പ്രിൻസിപ്പിൾ ഓഫ് ദ ഡിസെന്റ് 3 തവണ ചോദിച്ചിട്ടുള്ള ലോ റെലവന്റ് കാറ്റഗറി ടോപ്പിക്കാണ്. അതേപോലെ തന്നെ ബേസിക് കോൺസെപ്റ്റ് ഓഫ് കിൻഷിപ്പ് 2 തവണ വന്നിട്ടുള്ള ലോ റെലവന്റ് കാറ്റഗറി ടോപ്പിക്കാണ്. ദ സിഗ്നിഫിക്കൻസ് ഓഫ് കിൻഷിപ്പ് 2 തവണ വന്നിട്ടുള്ള ലോ റെലവന്റ് കാറ്റഗറി ടോപ്പിക്കാണ്. അതേപോലെ തന്നെ കണ്ടിന്യൂ ഓഫ് ദ ന്യൂക്ലിയർ ആൻഡ് ജോയിന്റ് ഫാമിലി സിസ്റ്റംസ് 2 തവണ ചോദിച്ചിട്ടുള്ള ലോ റെലവന്റ് ടോപ്പിക്കാണ്. അടുത്തത് ഈ സെയിം യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ള മറ്റ് ലോ റെലവന്റ് കാറ്റഗറി ടോപ്പിക്സുകളാണ്. ഒന്നെന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കിൻഷിപ്പ് 2 തവണ ചോദിച്ചിട്ടുള്ള ലോ റെലവന്റ് ടോപ്പിക്കാണ്. ദ ഫോംസ് ഓഫ് മാരേജ് 1 തവണ വന്നിട്ടുള്ള ലോ റെലവന്റ് ടോപ്പിക്കാണ്. ദ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് മാരേജ് 1 തവണ വന്നിട്ടുള്ള ലോ റെലവന്റ് ടോപ്പിക്കാണ്. ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ് 1 തവണ വന്നിട്ടുള്ള ലോ റെലവന്റ് ടോപ്പിക്കാണ്. അടുത്തത് ബ്ലോക്ക് 3 വന്നിട്ടുള്ള മാരേജ് ആൻഡ് ഫാമിലിയിൽ നിന്ന് മാരേജ് ഫാമിലി ആൻഡ് കിൻഷിപ്പിൽ നിന്ന് വന്നിട്ടുള്ള ഇൻഹെറിറ്റന്റ് റൂൾസ് ഒരു തവണയും ചോദിച്ചിട്ടില്ല ലോ റെലവന്റ് ടോപ്പിക്കാണ്. അതേപോലെ തന്നെ ഒരു തവണയും ചോദിക്കാത്തിട്ടുള്ള കുറച്ച് ടോപ്പിക്സുകൾ ഉണ്ട്. മാട്രിയാർക്കി, പാട്രിയാർക്കി, റൂൾസ് ഓഫ് ഡിസെൻഡൻസ്, റൂൾസ് ഓഫ് സ്പൗസ് സെലക്ഷൻ ഇൻ മാരേജ്. അതേപോലെ തന്നെ ബ്ലോക്ക് 3 വന്നിട്ടുള്ള യൂണിറ്റ് 11, അതായത് റിലീജിയൻ ആൻഡ് സൊസൈറ്റി എന്ന് പറഞ്ഞ യൂണിറ്റിനകത്ത് വന്നിട്ടുള്ള ഹൈ റെലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സം റിലീജിയൻസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് 34 തവണ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ യൂണിറ്റ് 11 റിലീജിയൻ ആൻഡ് സൊസൈറ്റി എന്ന് വന്നിട്ടുള്ള ലോ റെലവന്റ് കാറ്റഗറി ടോപ്പിക്സുകൾ നോക്കുകയാണെങ്കിൽ സോഷ്യോളജിക്കൽ പെർസ്പെക്ടീവ്സ് ഓൺ റിലീജിയൻ ആൻഡ് സൊസൈറ്റി ഇൻ ഇന്ത്യ 3 തവണ ചോദിച്ചിട്ടുണ്ട്. ദ ഓറിയന്റൽ ആൻഡ് ഇൻഡോളജിക്കൽ കൺസ്ട്രക്ഷൻ ഓഫ് റിലീജിയൻ ഇൻ ഇന്ത്യ 2 തവണ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡർക്കേമിന്റെയും കാറൽ മാർക്സിന്റെയും കോൺസെപ്റ്റ് ഓഫ് റിലീജിയൻ ചോദിച്ചിട്ടുണ്ട്. അത് 1 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ മാക്സ് വെബറുടെ കോൺസെപ്റ്റ് ഓഫ് റിലീജിയൻ ചോദിച്ചിട്ടുണ്ട്. അതും 1 തവണയെ ചോദിച്ചിട്ടുള്ളൂ. അതേപോലെ തന്നെ റിലീജിയൻ ആൻഡ് സൊസൈറ്റിക്ക് അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള റിലീജിയസ് പെർസ്പെക്ടീവ്സുകൾ ചിലപ്പോൾ ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ ലോ റെലവന്റ് കാറ്റഗറിയിലാണ് വരുന്നത്. ബുദ്ധിസം, ക്രിസ്ത്യാനിറ്റി, ഹിന്ദുയിസം, ഇസ്ലാം ഇതുപോലുള്ള ടോപ്പിക്സുകൾ. സിഖിസം അതിനകത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ യൂണിറ്റ് 11 ഈ റിലീജിയൻ ആൻഡ് സൊസൈറ്റിയിലാണ് വന്നിട്ടുള്ള ലോ റെലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ദ സോഷ്യോളജിക്കൽ തിയറീസ് എക്സ്പ്ലെയിനിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ റിലീജിയൻ ആൻഡ് സൊസൈറ്റി. യൂണിറ്റ് 12 റൈസ് ആൻഡ് എത്നിസിറ്റി നോക്കുമ്പോൾ അതിനകത്ത് മീഡിയം കാറ്റഗറിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് എത്നിക് ഗ്രൂപ്പ് ആൻഡ് എത്നിസിറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ റൈസ് ആൻഡ് എത്നിസിറ്റി 4 തവണ വന്നിട്ടുള്ള ലോ റെലവന്റ് ടോപ്പിക്കാണ്. എത്നിക് ഗ്രൂപ്പ് ആൻഡ് ദ ഡെഫിനിഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക് 4 തവണ വന്നിട്ടുള്ള ലോ റെലവന്റ് കാറ്റഗറി ടോപ്പിക്കാണ്. അതേപോലെ തന്നെ യൂണിറ്റ് 12 റൈസ് ആൻഡ് എത്നിസിറ്റി എന്ന് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എത്നിസിറ്റി 4 തവണ ചോദിച്ചിട്ടുള്ള ലോ റെലവന്റ് ടോപ്പിക്കാണ്. യൂണിറ്റ് 12 വന്നിട്ടുള്ള റൈസ് ആൻഡ് എത്നിസിറ്റി സെയിമിൽ വന്നിട്ടുള്ള സെയിം യൂണിറ്റിൽ വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് തിയറീസ് ഓഫ് എത്നിസിറ്റി 4 തവണ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലോ റെലവന്റ് കാറ്റഗറിയാണ്. ഡിഫൈനിങ് റേസ് ചോദിച്ചിട്ടുണ്ട്. 1 തവണ ചോദിച്ചിട്ടുള്ള ലോ റെലവന്റ് ടോപ്പിക്കാണ്. ദ ഇൻസ്ട്രുമെന്റൽ സ്കൂൾ ഓഫ് തോട്ട് 1 തവണ ചോദിച്ചിട്ടുള്ളൂ ലോ റെലവന്റ് ടോപ്പിക്കാണ്. അതേപോലെ തന്നെ പ്രീ മോഡലിസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് 1 തവണ ചോദിച്ചിട്ടുള്ളൂ ലോ റെലവന്റ് കാറ്റഗറി വരുന്ന ടോപ്പിക്കാണ്. അതേപോലെ തന്നെ റൈസ് ആൻഡ് എത്നിസിറ്റി എന്ന് വന്നിട്ടുള്ള ലോ റെലവന്റ് കാറ്റഗറിയിലുള്ള അടുത്ത 2 ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് റൈസ് ആസ് എ സോഷ്യൽ കൺസ്ട്രക്ഷനും അതേപോലെ തന്നെ സിറ്റുവേറ്റീവ് പ്രീ മോഡൽ അപ്രോച്ചും ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ റേസിസം എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് ഇതുവരെ ചോദിച്ചിട്ടില്ല ലോ റെലവന്റ് കാറ്റഗറി ടോപ്പിക്കാണ്. അതേപോലെ തന്നെ ഗ്രോത്ത് ഓഫ് നാഷണലിസം ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് യൂണിറ്റ് 13 പൊളിറ്റി ആൻഡ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ 35 ആണ് ചോദിച്ചിട്ടുള്ള ഹൈ റെലവന്റ് കാറ്റഗറി ടോപ്പിക്കാണ്. അതേപോലെ തന്നെ പൊളിറ്റി ആൻഡ് സൊസൈറ്റിക്ക് അത് വന്നിട്ടുള്ള മറ്റുള്ള ടോപ്പിക്സുകൾ നോക്കുമ്പോൾ സ്റ്റേറ്റ് ആൻഡ് നേഷൻ ആൻഡ് സൊസൈറ്റി 4 തവണ ചോദിച്ചിട്ടുള്ള മീഡിയം കാറ്റഗറി ടോപ്പിക്കാണ്. അതേപോലെ തന്നെ എമർജൻസ് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ആൻഡ് നേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ് 4 തവണ ചോദിച്ചിട്ടുള്ള ലോ കാറ്റഗറി ടോപ്പിക്കാണ്. അതേപോലെ തന്നെ പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് കമ്പോണൻസ് 4 തവണ ചോദിച്ചിട്ടുള്ള ലോ കാറ്റഗറി ടോപ്പിക്കാണ്. ദ നേച്ചർ ഓഫ് പൊളിറ്റിക്സ് ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ 2 തവണ ചോദിച്ചിട്ടുള്ള ലോ കാറ്റഗറി ടോപ്പിക്കാണ്. അതേപോലെ തന്നെ ഡിഫൈനിങ് പോളിറ്റി 1 തവണ ചോദിച്ചിട്ടുള്ള ലോ കാറ്റഗറി ടോപ്പിക്കാണ്. അതുപോലെ തന്നെ പൊളിറ്റി ആൻഡ് സൊസൈറ്റിക്ക് അത് വന്നിട്ടുള്ള മറ്റു ചില ലോ കാറ്റഗറി ടോപ്പിക്സുകൾ ഒന്ന് നാഷണൽ ഇന്റഗ്രേഷൻ അത് 1 തവണ ചോദിച്ചിട്ടുണ്ട്. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് 1 തവണ അത് ചോദിച്ചിട്ടില്ല, ബട്ട് ലോ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്കാണ്. ദ ഫോഴ്സസ് വിച്ച് ചാലഞ്ച് ദ നേഷൻ ബിൽഡിംഗ് എഫേർട്സ്, സ്ട്രാറ്റജി അറ്റ് ദ എക്കണോമിക് ലെവൽ, സ്ട്രാറ്റജി അറ്റ് ദ പൊളിറ്റിക്കൽ ലെവൽ, ദ നോഷൻ ഓഫ് പവർ. അതേപോലെ തന്നെ യൂണിറ്റ് 14 എക്കണോമി ആൻഡ് സൊസൈറ്റിക്ക് അതെന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് ഒരുപാട് ക്വസ്റ്റൻസ് എക്കണോമിക് ആൻഡ് സൊസൈറ്റിയിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. ഇൻഫോർമൽ എക്കോണമി ഇൻ ഇന്ത്യ 35 തവണ വന്നിട്ടുണ്ട്. ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ദ റിലേഷൻ ബിറ്റ്വീൻ എക്കണോമി ആൻഡ് സൊസൈറ്റി 8 തവണ ചോദിച്ചിട്ടുള്ള മീഡിയം കാറ്റഗറി ടോപ്പിക്കാണ്. ടൈപ്സ് ഓഫ് എക്കോണമി 6 തവണ ചോദിച്ചിട്ടുള്ള മീഡിയം കാറ്റഗറി ടോപ്പിക്കാണ്. കോൺസെപ്റ്റ് ഓഫ് എക്കോണമി 4 തവണ ചോദിച്ചിട്ടുള്ള ലോ കാറ്റഗറി ടോപ്പിക്കാണ്. എക്കണോമി ബേസ്ഡ് ഓൺ ദി accessibility ഓഫ് ദി എംപ്ലോയ്മെന്റ് സെക്യൂരിറ്റി, വർക്ക് സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി 4 തവണ ചോദിച്ചിട്ടുള്ള ലോ കാറ്റഗറി ടോപ്പിക്കാണ്. അതേപോലെ തന്നെ യൂണിറ്റ് 14 നിന്ന് വന്നിട്ടുള്ളതാണ് എക്കോണമി ബേസ്ഡ് ഡിസ്റ്റിങ്ഷൻ ഓഫ് ദി സ്കേഴ്സ് റിസോഴ്സ് 4 തവണ വന്നിട്ടുള്ള ലോ കാറ്റഗറി ടോപ്പിക്കാണ്. എക്കണോമി ബേസ്ഡ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ 4 തവണ വന്നിട്ടുള്ള ലോ കാറ്റഗറി ടോപ്പിക്കാണ്. ഇൻഫോർമൽ എക്കോണമി ആൻഡ് ഓവർവ്യൂ 4 തവണ വന്നിട്ടുള്ള ലോ കാറ്റഗറി ടോപ്പിക്കാണ്. വുമൺ ആൻഡ് ഇൻഫോർമൽ എക്കോണമി ഇൻ ഇന്ത്യ 4 തവണ വന്നിട്ടുള്ള ലോ കാറ്റഗറി ടോപ്പിക്കാണ്.
അതേപോലെ തന്നെ സ്ട്രാറ്റജീസ് ഫോർ ദ ട്രാൻസിഷൻ ടുവേർഡ്സ് എ ഫോർമൽ എക്കോണമി ഒരു തവണ വന്നിട്ടുള്ള ലോ കാറ്റഗറി ടോപ്പിക് ആണ്. 4 ഡോമിനന്റ് സ്കൂൾസ് ഓഫ് തോട്ട്സ് ഓൺ ദ ഇൻഫോർമൽ എക്കോണമി. അത് ചോദിച്ചിട്ടില്ല കേട്ടോ അതുവരെ. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം. ലേൺവൈസിൽ മുമ്പ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് നിങ്ങൾ ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. സോ ഇതിന്റെ റെലവൻസ് ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് 3ക്കാണ് ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് 2 കൊടുക്കുക. അത് കഴിഞ്ഞ് ബ്ലോക്ക് 1 കൊടുത്തിട്ട് വേണം പഠിക്കാനായിട്ടുള്ളത്. സോ അത് ബേസ് ചെയ്തിട്ടുള്ള വിഷ്വൽ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കുമ്പോൾ മനസ്സിലാവും ഏതൊക്കെ യൂണിറ്റുകൾ എത്ര ടോപ്പിക്സുകൾ കൂടുതലായിട്ടും ചോദിക്കുന്നുണ്ട് എന്നുള്ളത്. സോ അതിന്റെ കീ ഇൻസൈറ്റ് ബോക്സ് നോക്കുമ്പോൾ ഈ പറയുന്ന പോലെ ഹൈ പെർസ്പെക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നോക്കുമ്പോൾ ഒന്നും തന്നെ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഡിസ്കോഴ്സ് ഓഫ് ദ സോഷ്യോളജി ഇൻ ഇന്ത്യ റിപ്പീറ്റഡ് ആയിട്ട് ഇത്തരത്തിലുള്ള തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രീക്വന്റ്ലി ഇവാലുവേറ്റ് ചെയ്യാനും ക്രിട്ടിക് ചെയ്യാനും ചോദിക്കുന്നുണ്ട് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയും അതിന്റെ ചാലഞ്ചസും. അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ ഇന്ത്യ നേഷനും നാഷണലിസവും അതിന്റെ മേജർ ഡിസ്കോഴ്സസും ഇതുപോലുള്ള എസ്ഐ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളും ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ചോദിക്കുന്ന ബ്ലോക്ക് 2 നിന്നും 3 നിന്നും ഒക്കെ ചോദിക്കുന്ന ടോപ്പിക് ആണ് ഈ പറയുന്ന വില്ലേജ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ, കണ്ടംപററി ഇന്ത്യനെ കമ്പയർ ചെയ്യാനും കോൺട്രാസ്റ്റ് ചെയ്യാനും ചോദിക്കുന്നുണ്ട്. ദി ഗ്രോത്ത് ഓഫ് ദ നാഷണലിസം ഇൻ ഇന്ത്യ, പൊളിറ്റി ആൻഡ് സൊസൈറ്റി അതിന്റെ പ്രോസസ്സും കോൺസെപ്റ്റും ഇലിസ്ട്രേഷനും ചോദിക്കുന്നുണ്ട്. ഇൻഫോർമൽ എക്കോണമി ഇൻ ഇന്ത്യ അതിന്റെ റെക്കറിംഗ് ആയിട്ട് വരുന്ന തീംസുകളും അതേപോലെ തന്നെ കറണ്ട് ഇലിസ്ട്രേഷനും ചോദിക്കുന്നുണ്ട്. കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ചോദിക്കുമ്പോൾ കൂടുതലുമായിട്ടും ലോങ് എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 20 മാർക്കിനാണ് അത് എഴുതാനുള്ളത്. 400 വേർഡ്സിനുള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത്. അതിനകത്ത് 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിനകത്ത് 5 എണ്ണം എഴുതിയാൽ മതി. അതേപോലെ തന്നെ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ സബ് ഫോർമാറ്റ്സുകൾ കൊടുക്കുക, സബ് ഹെഡിങ്ങുകൾ കൊടുക്കുക, അതൊക്കെ കൊടുത്തിട്ട് വേണം എഴുതാനായിട്ടുള്ളത്. പിന്നെ എക്സ്പ്ലെയിൻ, ഡിസ്ക്രൈബ്, ഡിസ്കസ്, ഇവാലുവേറ്റ്, കമ്പയർ, ഡിസ്റ്റിങ്വിഷ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കൂടുതലും ചോദിക്കുന്നത്. MCQ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ന്യൂമറിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇനി ടിപ്പിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത് എക്സാം ഫോർമാറ്റ് നോക്കുമ്പോൾ എക്സ്പ്ലെയിൻ ആൻഡ് ഡിസ്ക്രൈബ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതായത് 20 മാർക്സിന് 400 വേർഡ്സിനുള്ളിൽ ഡെഫിനിഷനും കീ ഫീച്ചേഴ്സും കോൺക്രീറ്റ് എക്സാമ്പിൾസുകളും വെച്ചിട്ട് വേണം ഇത് എഴുതാനായിട്ടുള്ളത്. ഡിസ്കസ് ആൻഡ് ഇവാലുവേറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതും 20 മാർക്കിനാണ്. 400 വേർഡ്സിനുള്ളിൽ വേണ്ട 2 സൈഡും എഴുതാം. ഈ പറയുന്ന പോലെ അതിന്റെ സ്ട്രെങ്ത്തും എഴുതാം, ലിമിറ്റ്സും എഴുതാം. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നമ്മൾ എഴുതില്ലേ, അതുപോലെ ആ ഒരു ഡിഫറെന്റ് അപ്രോച്ചസ് എടുത്തിട്ട് വേണം ഈ ഡിസ്കസ് ആൻഡ് ഇവാലുവേറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ടുള്ളത്. ഇനി തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതായത് പർട്ടിക്കുലർ ആയിട്ടുള്ള തിയറിസ്റ്റുകാരുടെ പേരും കൊടുത്തിട്ടുണ്ടാകും, അവരുടെ കോൺസെപ്റ്റുകളും കൊടുത്തിട്ടുണ്ടാകും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ AR ദേശായിയുടെ കോൺസെപ്റ്റ് ഓഫ് നാഷണലിസം ചോദിക്കാറുണ്ട്, അംബേദ്കറിന്റെ ചോദിക്കാറുണ്ട്, ഡുമോണ്ടിൻ്റെത്, ഉത്സ പട്നായിക്കിന്റെ ടോപ്പിക്കുകൾ വരാറുണ്ട്. ഇതൊക്കെ 20 മാർക്കിനാണ് വരുന്നത്. 400 വേർഡ്സിനുള്ളിൽ അതിന്റെ മെത്തേഡും തിയറീസും ഇംപ്ലിക്കേഷൻസുകളും അതിന്റെ ക്രിട്ടിക്കുകളും നമുക്ക് എഴുതാവുന്നതാണ്. അതേപോലെ തന്നെ കമ്പയർ ആൻഡ് ഡിസ്റ്റിങ്വിഷ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് 20 മാർക്കിന് 400 വേർഡ്സിനുള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത്. കോൺസെപ്റ്റും മെത്തേഡും അതിന്റെ ഇംപ്ലിക്കേഷൻസും എഴുതാവുന്നതാണ്. മാർക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷൻസ് നോക്കുമ്പോൾ ബ്ലോക്ക് 1 നിന്ന് 22% ആണ് വരുന്നത്. ബ്ലോക്ക് 2 നിന്ന് 51% വരുന്നുണ്ട്. ബ്ലോക്ക് 3 നിന്ന് 26% വരുന്നുണ്ട്. അത് ഈ പറയുന്ന പോലെ പെർസ്പെക്റ്റീവ് ഡിസ്കോഴ്സസും ആണ് ഈ പറയുന്ന പോലെ ബ്ലോക്ക് 1 നിന്ന് വരുന്നത്. ബ്ലോക്ക് 2 ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സോഷ്യൽ ഫോംസ് ആണ്. ബ്ലോക്ക് 3 എക്കണോമി ആൻഡ് സൊസൈറ്റിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ അതിന്റെ ട്രെൻഡ് ബേസ്ഡ് വിഷ്വലൈസേഷൻ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എത്ര വർഷങ്ങളിൽ എത്ര ക്വസ്റ്റ്യൻസ് ഓരോ പർട്ടിക്കുലർ ആയിട്ടുള്ള ഡിസ്കസ്, ഇവാലുവേറ്റ്, കമ്പയർ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എത്രത്തോളം വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ചാർട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. സോ ഇതിന്റെ പാറ്റേൺ ഷിഫ്റ്റുകൾ നമ്മൾ നോക്കുമ്പോൾ കൂടുതലായിട്ട് കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എക്സ്പ്ലെയിൻ, ഡിസ്ക്രൈബ് ക്വസ്റ്റ്യൻസുകൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. 50 to 62% ഇൻക്രീസ്മെന്റ് വന്നിട്ടുണ്ട് 2021 വെച്ച് നോക്കുമ്പോൾ. അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ ആർഗ്യുമെന്റീവ് പ്രോംപ്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഡിസ്കസ്, ഇവാലുവേറ്റ് എന്ന് പറയുന്നത് കുറച്ച് ഫോൾ ഡൗൺ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന തിയറിസ്റ്റ് ക്വസ്റ്റ്യൻസുകൾ ഇൻക്രീസ് ചെയ്തിട്ടുമുണ്ട്. അപ്പൊ കൂടുതലായിട്ട് നമ്മളിപ്പോ എക്സ്പ്ലെയിൻ ആൻഡ് ഡിസ്ക്രൈബ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ 52% നമ്മൾ അതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ 25% അതിനായിട്ട് ടൈം കൊടുക്കുക. ഡിസ്കസ് ആൻഡ് ഇവാലുവേറ്റ് വരികയാണെങ്കിൽ 22.5% നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസിന് ടൈം കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ ടൈം അലോക്കേറ്റ് ചെയ്തിട്ട് വ്യക്തമായിട്ട് ആൻസർ എഴുതേണ്ടത്. സോ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക് വൈസ് നോക്കുമ്പോൾ ഇൻഡോളജിക്കൽ അപ്രോച്ച് ഒരു 7 തവണ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ കൊളോണിയൽ കൺസ്ട്രക്ഷൻ ഓഫ് ദ ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ് 6 തവണ വന്നിട്ടുണ്ട്. ഔട്ട്ലൈൻ ദ നാഷണൽ പെർസ്പെക്ടീവ് ഓൺ ദ ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ഇലിസ്ട്രേഷൻസ് 6 തവണ വന്നിട്ടുണ്ട്. എക്സാമിൻ ദ കാസ്റ്റ് സിസ്റ്റം ആൻഡ് ദ വർണ്ണ ജാതി മൊബിലിറ്റി 6 തവണ വന്നിട്ടുണ്ട്.
ഡിസ്കസ് ദ ട്രൈബ് ആൻഡ് ട്രൈബ് കാസ്റ്റ് ഇന്റർഫേസ് ടുഡേ 5 തവണ വന്നിട്ടുണ്ട്. ഡിസ്ക്രൈബ് ദ വില്ലേജ് കമ്മ്യൂണിറ്റി ആൻഡ് ഇറ്റ്സ് ട്രാൻസ്ഫോർമേഷൻ സിൻസ് കൊളോണിയൽ റൂൾ 5 തവണ വന്നിട്ടുണ്ട്. അനലൈസ് അഗ്രേറിയൻ ക്ലാസ് റിലേഷൻസ് ആൻഡ് സ്ട്രക്ചേഴ്സ് ഇൻ റൂറൽ ഇന്ത്യ 4 തവണ വന്നിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ ഡിബേറ്റ്സ് ഓൺ ദ റിലീജിയൻ സെക്യുലറിസം കമ്മ്യൂണിസം 4 തവണ വന്നിട്ടുണ്ട്. ഇവാലുവേറ്റ് കിൻഷിപ്പ് മാരേജ് ഫാമിലി വിത്ത് റീജിയണൽ വേരിയേഷൻ 4 തവണ വന്നിട്ടുണ്ട്. അക്സസ് ദ ഇൻഫോർമൽ എക്കോണമി ആൻഡ് സോഷ്യൽ എഫക്ട്സ് 4 തവണ വന്നിട്ടുണ്ട്. സോ അത് ബേസ് ചെയ്തിട്ടുള്ള ഫ്രീക്വൻസി ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്രിട്ടിക്കലി ഡിസ്കസ് ദ ഇൻഡോളജിക്കൽ അപ്രോച്ച് ടുവേർഡ്സ് സ്റ്റഡിങ് ഇന്ത്യൻ സൊസൈറ്റി ബ്ലോക്ക് 1 ഇൻഡോളജിക്കൽ പെർസ്പെക്ടീവ് 7 തവണ 20 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാ ക്വസ്റ്റ്യൻസും 20 മാർക്കിനാണ് വരുന്നത്. സോ ഫസ്റ്റ് അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എക്സ്പ്ലെയിൻ ദ കൊളോണിയൽ കൺസ്ട്രക്ഷൻ ഓഫ് ദ ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് സോഷ്യോളജിക്കൽ ഇംപ്ലിക്കേഷൻസ് ബ്ലോക്ക് 1 കൊളോണിയൽ പെർസ്പെക്ടീവ് 6 തവണ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഔട്ട്ലൈൻ ദ നാഷണൽസ് പെർസ്പെക്ടീവ് ഓൺ ദ ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് സ്യൂട്ടബിൾ ഇലുസ്ട്രേഷൻസ് ബ്ലോക്ക് 1 നാഷണൽസ് പെർസ്പെക്ടീവ് 6 തവണ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 6 തവണ ചോദിച്ചിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ് എക്സാമിന്റെ കാസ്റ്റ് സിസ്റ്റം വർണ്ണജാതി ഡിസ്ട്രിക്ഷൻ ആൻഡ് പാത്വേസ് ഓഫ് മൊബിലിറ്റി ബ്ലോക്ക് 2 കാസ്റ്റ്. അതേപോലെ തന്നെ ബ്ലോക്ക് 2 ട്രൈബിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഡിസ്കസ് ദ ട്രൈബ് ആൻഡ് ദ ട്രൈബ് കാസ്റ്റ് ഇന്റർഫേസ് ഇൻ ദ കണ്ടംപററി ഇന്ത്യ 5 തവണ വന്നിട്ടുള്ള 20 മാർക്കിന്റെ ടോപ്പിക് ആണ്. അതേപോലെ തന്നെ ഡിസ്ക്രൈബ് ദ വില്ലേജ് കമ്മ്യൂണിറ്റി ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ദ കൊളോണിയൽ ആൻഡ് പോസ്റ്റ് കൊളോണിയൽ ഇന്ത്യ ബ്ലോക്ക് 2 വില്ലേജ് സ്റ്റഡീസ് 5 തവണ വന്നിട്ടുണ്ട്. 20 മാർക്കിനാണ് ഇത് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ അനലൈസ് ദ അഗ്രേറിയൻ സ്ട്രക്ചർ ആൻഡ് ദ ക്ലാസ് റിലേഷൻസ് ഇൻ ദ റൂറൽ ഇന്ത്യ ബ്ലോക്ക് 3 എക്കോണമി ആൻഡ് അഗ്രേറിയൻ സ്ട്രക്ചർ. എക്സ്പ്ലെയിൻ ദ ഡിബേറ്റ്സ് ഓൺ ദ റിലീജിയൻ സെക്യുലറിസം കമ്മ്യൂണലിസം ഇൻ ഇന്ത്യ ബ്ലോക്ക് 2 റിലീജിയൻ ആൻഡ് സൊസൈറ്റി 4 തവണ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവാലുവേറ്റ് ദ കിൻഷിപ്പ് മാരേജ് ഫാമിലി പാറ്റേൺസ് ഇൻ ദ റീജിയണൽ വേരിയേഷൻ ബ്ലോക്ക് 2 കിൻഷിപ്പ് ആൻഡ് ഫാമിലി 4 തവണ വന്നിട്ടുണ്ട്. ആക്സസ് ദ ഗ്രോത്ത് ഓഫ് ദ ഇൻഫോർമൽ എക്കോണമി ആൻഡ് സോഷ്യൽ കോൺസിക്വൻസ് ബ്ലോക്ക് 3 ഇൻഫോർമൽ എക്കോണമി 4 തവണ വന്നിട്ടുണ്ട്. അത് ബേസ് ചെയ്തിട്ടുള്ള വിഷ്വലൈസേഷൻ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 63% ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിന്റെ മസ്റ്റ് ആയിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കുക. ബാക്കി ഒരു 36% മാത്രമേ അത് ക്വസ്റ്റ്യൻസ് വരുന്നുള്ളൂ. 63% നിങ്ങൾ വരുന്ന സ്ഥാനത്ത് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അതിനകത്ത് ഒരു 5 എണ്ണം നിങ്ങൾക്ക് എഴുതേണ്ടതായിട്ടുള്ള ഇത് വരുന്നുള്ളൂ. അപ്പോൾ മസ്റ്റ് ആയിട്ടും ഈ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ടുള്ളത്. സോ സ്ട്രാറ്റജിക് അഡ്വാൻസ് പാനൽ നോക്കുകയാണെങ്കിൽ ഒരു 10 to 12 മിനിറ്റ്സുകൾ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ക്വസ്റ്റ്യൻസ് സ്ട്രക്ചർ ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ ഈ പറയുന്ന പോലെ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസിനും വേണ്ടി നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഡെഫിനേഷൻസ്, അതിന്റെ കോർ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ആർഗ്യുമെന്റ്സുകൾ, ക്രിട്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും സിന്തസിസ് ഉണ്ടെങ്കിൽ നോക്കുക. അതേപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഈ പറയുന്ന പോലെ ക്വസ്റ്റ്യൻസ് എഴുതിയ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ വായിച്ചു നോക്കുക. സോ ടോപ്പിക് പ്രൊഡിക്റ്റബിലിറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ബ്ലോക്ക് 1 പെർസ്പെക്ടീവ്സ് ആൻഡ് ഡിസ്കോഴ്സസിനകത്ത് നിന്ന് ഇൻഡോളജിക്കൽ പെർസ്പെക്ടീവ്സിനകത്ത് ഇൻഡോളജിക്കൽ അപ്രോച്ച് ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ കൊളോണിയൽ പെർസ്പെക്ടീവ്സിനകത്ത് കൊളോണിയൽ കൺസ്ട്രക്ഷൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് ഇംപ്ലിക്കേഷൻസ് ചോദിക്കാവുന്നതാണ്. കാരണം ഇതൊരു 62% ചാൻസ് ഉള്ള മീഡിയ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ്. അതേപോലെ തന്നെ ബ്ലോക്ക് 1 പെർസ്പെക്ടീവ്സ് ആൻഡ് ഡിസ്കോഴ്സസിനകത്ത് നാഷണൽസ് പെർസ്പെക്ടീവ് വിത്ത് ഇലുസ്ട്രേഷൻസ് 62% ചാൻസ് ഉള്ള മീഡിയ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. മേജർ ഡിസ്കോഴ്സസ് ആൻഡ് സ്കോളേഴ്സ്, തിയറിസ്റ്റ്, ആങ്കേഴ്സ്, എസ്ഐസ് 75% ചാൻസ് ഉള്ള ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബ്ലോക്ക് 2 വന്നിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഷ്യൽ ഫോംസിൽ നിന്ന് വന്നിട്ടുള്ള ടോപ്പിക്കാണ്. കാസ്റ്റ് സിസ്റ്റം ആൻഡ് വർണ്ണജാതി മൊബിലിറ്റി 75% ചാൻസ് ഉള്ള ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ട്രൈബ് ആൻഡ് കാസ്റ്റ് ഇന്റർഫേസ് 50% ചാൻസ് ഉള്ള മീഡിയ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബ്ലോക്ക് 2 ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഷ്യൽ ഫോമിനകത്ത് നിന്ന് വന്നിട്ടുള്ള മറ്റ് ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് വില്ലേജ് സ്റ്റഡീസും വില്ലേജ് കമ്മ്യൂണിറ്റി ആൻഡ് ട്രാൻസ്ഫോർമേഷൻസ്, അതൊരു 50% ചാൻസ് ഉണ്ട്. അതേപോലെ 50% ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് റിലീജിയൻ സെക്യുലറിസം കമ്മ്യൂണലിസം, റിലീജിയൻ ആൻഡ് സൊസൈറ്റി എന്ന് പറഞ്ഞ യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ബ്ലോക്ക് 2 കിൻഷിപ്പ് ഫാമിലിയിൽ നിന്ന് കിൻഷിപ്പ് ഫാമിലി മാരേജ് അതിന്റെ റീജിയണൽ വേരിയേഷൻസ് ചോദിക്കാം. അത് ലോ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. 37% ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ എക്കണോമി ആൻഡ് പൊളിറ്റി എടുക്കുമ്പോൾ അതിനകത്ത് പൊളിറ്റി ആൻഡ് സൊസൈറ്റി, സ്റ്റേറ്റ്, ഡെമോക്രസി, സിവിൽ സൊസൈറ്റി, ഗ്രോത്ത് ഓഫ് നാഷണലിസം 50% ചാൻസ് ഉള്ള മീഡിയ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതേപോലെ തന്നെ അഗ്രേറിയൻ സ്ട്രക്ചർ എക്കണോമി പൊളിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ആ ഒരു ബ്ലോക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതിന്റെ അഗ്രേറിയൻ ക്ലാസ് ആൻഡ് ക്ലാസ് റിലേഷൻഷിപ്പ് 37% ചാൻസ് ഉള്ള റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതേപോലെ തന്നെ 37% റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇൻഫോർമൽ എക്കോണമി ആൻഡ് സോഷ്യൽ കോൺസിക്വൻസസ്. അതേപോലെ തന്നെ ഓർഗനൈസേഷൻ ആൻഡ് മൈഗ്രേഷൻ 25% ചാൻസ് ഉള്ള ലോ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ ഇതിന്റെ ജസ്റ്റിഫിക്കേഷൻ പൂട്ട്സ് നോട്ട്സ് നോക്കുമ്പോൾ ഇൻഡോളജിക്കൽ അപ്രോച്ച് ഒരു 5 തവണ വന്നിട്ടുണ്ട്. കൊളോണിയൽ ഡിസ്കോഴ്സസ് ഈ പറയുന്ന ഒരു 5 തവണ വന്നിട്ടുണ്ട്. നാഷണൽ പെർസ്പെക്ടീവ് അതേപോലെ 5 തവണ വന്നിട്ടുള്ളതാണ്. തിയറിസ്റ്റ്, ആങ്കേഴ്സ്, എസ്ഐസ്, കാസ്റ്റ്, വർണ്ണ, ജാതി ഇത് 6 തവണ വന്നിട്ടുണ്ട്. ട്രൈബ്, കാസ്റ്റ് അത് ഒരു 4 തവണ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 4 തവണ വന്നിട്ടുള്ളതാണ് വില്ലേജ് ട്രാൻസ്ഫോർമേഷൻസ്, റിലീജിയൻ സെക്യുലറിസം, കമ്മ്യൂണലിസം, അതേപോലെ തന്നെ സ്റ്റേറ്റ്, ഡെമോക്രസി, നാഷണലിസം. ഇതൊക്കെ ഒരു 8 പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഇതിനോട് 4-5 തവണ ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. സോ പ്രയോറിറ്റി ലിസ്റ്റ് നോക്കുമ്പോൾ എസ് എ ടൈപ്പ്, വർണ്ണ, ജാതി, കുമുലിറ്റി ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുകൾ പ്രയോറിറ്റൈസ് ചെയ്ത് വേണം പഠിക്കാനായിട്ടുള്ളത്. 2 തവണയെങ്കിലും ഇത്തരത്തിലുള്ള എസ് എ ടോപ്പിക്സുകൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. അതേപോലെ തന്നെ മീഡിയം റെലവന്റിൽ വരുന്ന ടോപ്പിക്കുകളാണ് ഇൻഡോളജിക്കൽ, കൊളോണിയൽ, നാഷണൽ പെർസ്പെക്ടീവ്, ട്രൈബ്, കാസ്റ്റ്, വില്ലേജ്, റിലീജിയൻ, സെക്യുലറിസം, കമ്മ്യൂണിസം, സ്റ്റേറ്റ്, ഡെമോക്രസി, നാഷണലിസം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലാഷ് കാർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്തും കമ്പയർ ചെയ്ത് ഇത് പഠിക്കാവുന്നതാണ്. ഒരു 40 to 49% ചാൻസ് ഉണ്ട് ഈ ക്വസ്റ്റ്യൻസ് വരാനായിട്ട്.
അത് ലോ പ്രോപ്പർട്ടിയിൽ 40% താഴെ വരുന്നതാണ് കിൻഷിപ്പ്, ഫാമിലി, അഗ്രേറിയൻ സ്ട്രക്ചർ, ഇൻഫോർമൽ എക്കോണമി, അർബനൈസേഷൻ, മൈഗ്രേഷൻ. സോ ഇതിന്റെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് വരുന്ന സമയത്ത് ടേം ആൻഡ് എക്സാമിനേഷൻസ് BA സോഷ്യോളജിയുടെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടൈം അലോക്കേറ്റഡ് 3 hours, maximum mark 100. Answer any 5 questions in 400 words each, and all questions carry equal mark. So the first question is, situate the Indological and colonial strands in the making of the sociological knowledge on India, compare their aims, sources and blind spots, and argue with the assumptions to continue the echo of the present research. 20 mark. Second question, using the AR-Desai framework and analyze the post-independent state policy, configure the relationship between class and nation, substantiate with one sectorial illustration. Third question, explain the caste as a social system by distinguish the Varna and Jati, discuss the mechanism of the hierarchy and the mobility, Sanskritization, reservation regimes example, and evaluate whether they are graded inequality persisting in the new institutional settings. 20 mark. Next question എന്ന് പറയുന്നത്, examine the contemporary tribe caste state interfaces around the forest and land regimes, welfare schemes and the political representation. Evaluate one policies of sociological effects on the community life. 20 മാർക്കിന്റെ question ആണ്. Fifth question എന്ന് പറഞ്ഞാൽ, trace the continuities and recapture across the village, town, city and the occupational ties and reciprocity, including the Jejmani-like relation. Discuss how the migration and liberalization have reshaped these ties with reference to the one region. 20 മാർക്കിന്റെ question ആണ്. Sixth one എന്ന് പറഞ്ഞാൽ, compare the two regional patterns in the kinship, family, marriage, descent and marriage rules, and how the urban education and digital platforms are reshaping the choices and conflict and intergenerational negotiations. 20 mark question. Seventh one, explain how the changes in the agrarian structure link with the rural labor markets with the urban informal economy. Use the concept of the class and precarity and the social protection to frame your answer. 20 മാർക്കിന്റെ question ആണ്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്റ്റിംഗ്വിഷ് ദ റിലീജിയൻ, സെക്യുലറിസം, എത്തനിസിറ്റി അനാലിറ്റിക്കലി ആൻഡ് ഷോ ഹൗ ദ ethnic mobilization draws on religious symbols without collapsing into the communalism, and propose a criteria for the evaluating secular response. So ഇത്രയും questions ആണ് വരുന്നത്. ഇതിന് 20 മാർക്കിന്റെ question ആണ്. അപ്പോൾ മാക്സിമം ഈ questions പ്രാക്ടീസ് ചെയ്യുക. All the best from the LearnWise and the team. Thank you. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.